الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا سيد المرسلين باب بيان كون الإيمان بالله تعالى أفضل الأعمال ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ഏതാണ് എന്ന് വിശദീകരിക്കപ്പെട്ട ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ബാബ്, ഒരു അധ്യായം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിൽ നിന്ന് വിശ്വാസവും കർമ്മവും നന്മകളും പറഞ്ഞ് ഉയർത്തി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. നന്മ എന്താണ് എന്നറിയാത്ത ഒരു സമൂഹം, എത്രത്തോളം മാതാപിതാക്കളോട് ബഹുമാനം പുലർത്തണം എന്ന നന്മ പോലും അറിയാത്ത സമൂഹം, അല്ലെങ്കിൽ മദ്യപാനം ഒരു തെറ്റാണ് എന്ന് പോലും അറിയാത്തൊരു സമൂഹം, അന്യ വ്യക്തിയെ ആക്രമിക്കൽ കുറ്റകരമാണ് എന്നറിയാത്ത ഒരു സമൂഹം, അങ്ങനെയുള്ള ഒന്നും അറിഞ്ഞുകൂടാത്ത, മൂല്യങ്ങളെക്കുറിച്ച് ബോധമില്ലാത്ത, നന്മയെക്കുറിച്ച് തിരിച്ചറിവില്ലാത്ത, ബന്ധങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാത്ത, മാതാപിതാക്കളുടെ ബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങളുടെ മഹാത്മ്യമൊന്നും അറിയാത്ത ശൂന്യമായി നിൽക്കുന്ന ഒരു സമൂഹത്തിലാകുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രബോധനം ചെയ്തത്. അതുകൊണ്ട് തന്നെ പടിപടിയായി നന്മകൾ പറഞ്ഞു, തത്വങ്ങൾ പറഞ്ഞു, തിന്മകളെ ഒഴിവാക്കണമെന്ന് ഉപദേശം കൊടുത്ത്, അങ്ങനെ പടിപടിയായിട്ടാണ് 23 വർഷക്കാലയളവിനായി ആ സമൂഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹദീസുകളിൽ, അതേപോലെ ഖുർആനിൽ ഒക്കെ ചില കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ പറയണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കണോ എന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറെ ആശയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം ചില ആശയങ്ങൾ പറയുന്ന അധ്യായമാണ് നമ്മൾ പറയാൻ പോകുന്ന അധ്യായം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു. ഒരാൾ വന്ന് നബിയോട് ചോദിക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ ആ ചോദ്യകർത്താവ് ആരാണെന്ന് പോലും മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഓർത്തു വെച്ചിട്ടില്ല. കാരണം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കേൾക്കാനും മനസ്സിലാക്കാനും അറിയാനും പ്രവാചകൻ പറയുന്ന പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളാനും വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ, വിവിധങ്ങളായ മജ്ലിസുകളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പല ആളുകളും പല ചോദ്യങ്ങളും ചോദിക്കും. എന്നാലോ ഈ ചോദ്യകർത്താവ് ആരാണ് എന്നും, ആ ചോദ്യകർത്താവിൻ്റെ മാനസികമായ സാഹചര്യം എന്താണെന്നും, കുടുംബ പശ്ചാത്തലം എന്താണെന്നും, ജീവിത സാഹചര്യങ്ങൾ എന്താണെന്നും മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. ഒന്നുകിൽ നേരിട്ടറിയാം, അല്ലെങ്കിൽ വഹി മുഖേനയുള്ള അറിവറിയാം, അല്ലെങ്കിൽ പ്രവാചകൻ ആ വ്യക്തിയെ നോക്കുമ്പോൾ തന്നെ ആ വ്യക്തി ഏതൊരു ഗണത്തിൽപ്പെട്ടതാണ്, ആ വ്യക്തിയുടെ ചോദ്യത്തിന് ഉദ്ദേശം എന്താണ്, ആ വ്യക്തി അതിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ എന്താണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം. ആ ഒരു അറിവിൽ നിന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി കൊടുക്കുക. അദ്ദേഹം ചോദിച്ചു, അയ്യുൽ അമലി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അവസ്ഥ അനുസരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി കൊടുക്കുന്നത്. അതാണ്
ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ് എന്ന് പല ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്കൊക്കെ ഒരേ ഉത്തരമല്ല പറഞ്ഞത്. ആളെ അവസ്ഥയും സാഹചര്യവും അയാൾക്ക് എന്താണോ ആവശ്യം അതും മനസ്സിലാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം മറുപടി പറഞ്ഞത്. ഈ വ്യക്തി ആരാണെന്ന് പോലും അറിയില്ല. ഈ വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഫഖാല ഈമാനും ബില്ലാഹി വറസൂലിഹി, അല്ലാഹുവിലും റസൂലിലും വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല അമൽ എന്നാണ് ഈ വ്യക്തിയോട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതിൻ്റെ താല്പര്യം എന്താ? അദ്ദേഹം പുതിയ ആളായിരിക്കാം, ഈമാനിനെ കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായ അറിവില്ലാത്ത, അവബോധമില്ലാത്ത, ബഹുദൈവ ആരാധനയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം, തൗഹീദില്ലാത്ത ആളായിരിക്കാം, അല്ലാഹുവിൽ കൃത്യമായ വിശ്വാസം എങ്ങനെ പുലർത്തണം എന്നതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആളായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസപരമായി ശിർക്കിൽ അങ്ങ് വല്ലാതെ മൂടുറച്ചു പോയ ആളായിരിക്കാം. ബഹുദൈവ ആരാധനയുടെ ലക്ഷണങ്ങൾ അയാളിൽ കാണാം, ശിർക്കിന്റെ ലക്ഷണങ്ങളിൽ അയാളിൽ കണ്ടെന്നിരിക്കാം. അള്ളാഹുവിനെ കുറിച്ച് കാഴ്ചപ്പാടില്ലാത്ത ആളായിരിക്കാം, റസൂലിനെ കുറിച്ചുള്ള ബോധമില്ലാത്ത ആളായിരിക്കാം. അതുകൊണ്ട് അദ്ദേഹത്തോട് ആദ്യം പറഞ്ഞത് ഏറ്റവും നല്ല അമൽ നീ അള്ളാഹുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല അമൽ നബിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പിന്നീട് അദ്ദേഹം ചോദിച്ചു, രണ്ടാമത് ഏതാണ്, അടുത്തത് ഏതാണ്? ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധമാണ്, പോരാട്ടമാണ്. ഖീല സുമ്മ മാദാ, അദ്ദേഹം ചോദിച്ചു പിന്നെ ഏതാണ്? ആ സമയത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, ഹജ്ജുൻ മബ്റൂർ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട ഹജ്ജാണ്. ഈ മൂന്ന് കാര്യങ്ങളുമാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. അപ്പോൾ രണ്ടാമത് അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം എന്നതിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താ? അതും പുതുതായി വന്ന ഒരു വ്യക്തിയോട് യുദ്ധത്തിനെ കുറിച്ച് പറയാനുള്ള കാരണം എന്തായിരിക്കാം? ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പാകിയിരിക്കുന്ന ഈ സഹാബാക്കളോട് യുദ്ധത്തെക്കുറിച്ച് പറയാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടേക്കാം. അല്ലെങ്കിൽ ഈ സദസ്സിൽ തന്നെ യുദ്ധത്തെക്കുറിച്ച് അവബോധമില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, യുദ്ധമൊക്കെ വേണോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. ആ യുദ്ധം അത് കുടുംബത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, വംശത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കാം, നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് അന്യോന്യം കലഹിക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം. അവിടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സമൂഹത്തിനെ പഠിപ്പിക്കുന്നത്, അൽ ജിഹാദു ഫീ സബീലില്ലാഹ്, നിങ്ങൾ രക്തം ഒഴുക്കുന്നത്, നിങ്ങൾ സമരം ചെയ്യുന്നത്, നിങ്ങൾ ജിഹാദ് ചെയ്യുന്നത്, നിങ്ങൾ മറ്റൊരു വിഭാഗവുമായി രക്തദൂഷിതമായ പോരാട്ടത്തിൽ ഏർപ്പെടുന്നത്, അത് നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കാകാൻ പാടില്ല, വംശപരമായ താല്പര്യങ്ങൾക്കാകാൻ പാടില്ല, നിങ്ങളുടെ മികവ് പുലർത്താനാകാൻ പാടില്ല, നിങ്ങൾ വലിയ പോക്കിരിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, മറ്റൊരാളോടുള്ള വിരോധം തീർക്കാൻ വേണ്ടിയാകാൻ പാടില്ല, മറ്റൊരുത്തനെ ആക്രമിക്കാൻ വേണ്ടിയാകാൻ പാടില്ല, മറ്റൊരു കുടുംബത്തോടുള്ള അരിശം തീർക്കാൻ വേണ്ടിയാകാൻ പാടില്ല. ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന് വേണ്ടിയാകണം എന്ന വിദ്യാഭ്യാസം പഠിപ്പിക്കണം. അള്ളാഹുവിന് വേണ്ടിയാണ് യുദ്ധം. അഥവാ അള്ളാഹു എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ നന്മയാണ്, മനുഷ്യന്റെ നന്മയാണ്, കുടുംബത്തിന്റെ നേട്ടമാണ്, വ്യക്തിയുടെ നേട്ടമാണ്, വ്യക്തികളുടെ നേട്ടമാണ്, സാമൂഹികമായ നന്മയാണ്. അള്ളാഹുവിന് വേണ്ടിയുള്ള യുദ്ധങ്ങൾ, കുടുംബം, ആ കുടുംബത്തിന്റെ മഹിമ വളർത്താനോ, ഗോത്രത്തിന്റെ മഹിമ വളർത്താനോ, മറ്റൊരുത്തിനോടുള്ള വിരോധം തീർക്കാനോ അല്ല യുദ്ധം എന്ന വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. അപ്പൊ ഹജ്ജിനെ കുറിച്ച് പറഞ്ഞതോ, അഥവാ ഇസ്ലാമിൽ ഹജ്ജ് എന്നൊരു കർമ്മമുണ്ട്. ഈ
ഇവിടെ കാണുന്ന കാട്ടിക്കൂട്ടലല്ല ഹജ്ജ്. നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നതായ ബഹുദൈവാരാധനയല്ല. ലാത്തക്കും മുസക്കും പ്രദക്ഷിണ വെക്കലല്ല, അവരുടെ പ്രതിമകൾ ഉണ്ടാക്കലല്ല. ഹജ്ജ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ ഒരു കർമ്മമുണ്ട്. ആ ഹജ്ജാണ് യഥാർത്ഥ ഹജ്ജ് എന്ന ഇസ്ലാമിന്റെ മൗലികമായ തത്വത്തെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കേട്ടതുമായ കാര്യം നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.